ഞാനിവിടെ റോട്ടക്സിൻ്റെ ഞങ്ങളുടെ അച്ചീവറാണ് ഇത്. അപ്പോൾ അതിന് ഒന്ന് വിഷയം വേണ്ടി വന്നതാണ്. ഹാർട്ടിക്ക് അടിച്ചിരിക്കുകയാണ് റോട്ടക്സ്. സാറേ കൺഗ്രാജുലേഷൻ, ഈ വർഷത്തെ റോയൽടെക്സിന് ഹാട്രിക് അച്ചീവറാണല്ലേ. സാറേ വീട് പണിക്ക് നടന്നുകൊണ്ടിരിക്കുക, പെയിൻറ്റിങ് വർക്കെല്ലാം കഴിയാറായി. അപ്പം ടെക്സ്റ്റർ വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഗ്ലാസ് ഹൗസിൽ ടെക്സ്റ്ററിൻ്റെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് റോയൽടെക്സിൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ സാറിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? റോയൽടെക്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റി പ്രൊഡക്റ്റുകളുണ്ട്. നമ്മൾ സാധാരണ രീതിയിലുള്ള സിമെൻറ്റെക്സ് എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് എക്സ്റ്റീരിയറിൽ ഇൻറ്റീരിയറിൽ ഉപയോഗിക്കാം. അതുപോലെ ടാലിക്ക എന്ന് പറഞ്ഞ പുതിയ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതും എക്സ്റ്റീരിയറിൽ ഇന്ത്യയിൽ ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റാണ്. ഇത് സിൽവറിലുണ്ട്, ഗോൾഡിലുണ്ട്, ഗ്രാനൈറ്റ്, ഒരുപാട് ഷെയ്ഡുകളിൽ വരുന്നുണ്ട്. അതുപോലെ ഇതും എക്സ്റ്റീരിയറിൽ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. സ്റ്റോൺ ഇന്റീരിയറിൽ മാത്രം ഉപയോഗിക്കാൻ പ്രൊഡക്റ്റാണ് ഗ്രാനൈറ്റ് ഗിൽറ്റർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഇത് ഇന്റീരിയറിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റും. ഇല്ല ഇത് ഇന്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ പോകും. അതിന് കമ്പനി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതിൽ നല്ല വർക്കേഴ്സ് നമ്മുടെ കയ്യിൽ തന്നെ നല്ല വർക്കേഴ്സ് ഉണ്ട്. ഒരു നല്ല ഗ്യാരണ്ടിയോട് കൂടി തന്നെ ചെയ്തു തരും. നമ്മുടെ വർക്കേഴ്സിന് തന്നെ നിങ്ങൾ വീട്ടിൽ വന്ന് ചെയ്ത് അതിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. സാറേ ഈ വർഷം നമ്മൾ റൂബി ഡീലറായിരിക്കുകയാണ് അല്ലേ, 3ാമത്തെ വർഷം. അങ്ങനെ നമ്മൾ വലിയൊരു അച്ചീവ്മെൻ്റാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സാറിന് എങ്ങനെ പോയി? സാധാരണ മാർക്കറ്റ് ഓരോ വർഷം കഴിയുന്നവരെ മാർക്കറ്റ് അറിയാലോ. കാരണം ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്, ഒരുപാട് ഷോപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. എങ്കിലും കോമ്പറ്റീഷനെ മറികടന്നുകൊണ്ട് നമ്മൾ എല്ലാ വർക്കേഴ്സിനും നമ്മളതിൻ്റെ ക്ലാസ് കൊടുക്കാറുണ്ട്. ഇന്ന പ്രൊഡക്റ്റ് ഇന്ന ക്ലാസ്. അതുപോലെ ഓരോ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ അതെല്ലാ വർക്കേഴ്സിനും നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്കും കൊടുക്കും, പരിചയപ്പെടുത്താനുമുണ്ട്. പരിചയപ്പെടുത്തി കൊടുത്തിട്ടാണല്ലോ അതിന് ഫീഡ്ബാക്ക് കിട്ടല്ലേ. ആ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് നമ്മൾ കൈമാറലുമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ സിമെൻറ്റെക്സ്, അതുപോലെ ഈ ടലീക്ക, ഇതെല്ലാം പറഞ്ഞ പോലെ നല്ല നല്ല പ്രൊഡക്റ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന കൂടാണ്ട് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ പുതിയ വീട് എടുക്കുമ്പോൾ അല്ല പുതിയ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. പെയിൻറ്റും ഹാർഡ്വെയർ, പ്ലംബിങ്, വയറിങ് എല്ലാ ഐറ്റവും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയ സ്പേസ് കാണിച്ചു കൊടുത്തിട്ട് കൊടുക്കും. അപ്പോൾ ആ സ്പേസിൽ ഇന്ന പ്രൊഡക്റ്റ് ചെയ്യാം. ആ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി പ്രൊഡക്റ്റാന്നുള്ള ഒരു പാർട്ടിയായി നമ്മൾ സംസാരിച്ച് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നീക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഗ്രോത്ത് കൂടുന്നത്. കാരണം നമ്മൾ സാധാരണ മാർക്കറ്റ് മോശമാണെങ്കിലും ഗ്രോത്ത് കൂട്ടുക നമ്മൾ എന്താണ് മാർക്കറ്റിൽ വിസിറ്റ് ചെയ്യൂ. മാർക്കറ്റിൽ വിസിറ്റ് ചെയ്തിട്ട് അവരെ ഫീഡ്ബാക്ക് അറിയൂ. അവർക്കനുസരിച്ച് യോജ്യമായുള്ള പ്രൊഡക്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യും. അതാണ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ട്രെൻഡ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ വഹിക്കുന്ന നമ്മുടെ പായം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രജനി അവറുകൾ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വേലായുധേട്ടൻ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഏറ്റവും സന്തോഷപ്രദമായ ഒരു ദിവസമാണിന്ന്. ഇതുപോലെ 2 ചടങ്ങുകൾ ഇതേ വേദിയിൽ കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും അരങ്ങേറിയിട്ടുണ്ട്. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കടമ വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി രജനിയാണ്. പ്രസിഡന്റിന്റെ പഞ്ചായത്തിലാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥാപനമുള്ള ഇരിട്ടിയിലുള്ളപ്പോഴും അവിടെ കല്ലുമുട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും എല്ലാ കാലത്തും നമ്മളുടെ എല്ലാ പരിപാടികളിലും തീർച്ചയായും എല്ലാ പരിപാടിക്കും പങ്കെടുക്കുകയും നമ്മളെ ഒരുപാട് പ്രോത്സാഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ശ്രീമതി രജനി. അവരെ ഈ പരിപാടിയുടെ പേരിലും എൻ്റെ പേരിലും റോയൽടെക്സിൻ്റെ പേരിലും വന്നിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വേലായുധേട്ടനെയാണ്. നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും നമുക്ക് യോഗ്യനായ ഒരു അതിഥിയാണ് നമ്മുടെ വേലായുധേട്ടൻ. ആ സന്തോഷത്തോടൊപ്പം ഞാൻ ഹൃദയപൂർവ്വം വേലായുധേട്ടനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഈ വേദിയിലെത്തിയതിന് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ആദരണീയനായ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പായം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി പി രജനി അവറുകളെ,
വേദിയിൽ ഉപവിഷ്ടനായ ഈ ചടങ്ങിൽ നേരത്തെ സ്വാഗതം ആശംസിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ KK ശിവദാസ്, പ്രിയങ്കരനായ ശ്രീ ബാലേട്ടൻ, ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ സംസ്ഥാനത്തിൻ്റെ പെയിൻറ്റിംഗ് ലോകത്ത് മായിക പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് റോയൽ ടെക്സ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിനെ വിശ്വാസപൂർവം തങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച് 3 വർഷമായി തുടർച്ചയായി സംസ്ഥാന അവാർഡിന് പാത്രീഭൂതനായ പ്രിയങ്കരനായ ശ്രീ നാസർ, ശ്രീ ഷമീർ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ പ്രിയങ്കരനായ ശ്രീ MK നാസർ, ശ്രീ രഘു ഉളിയിൽ, ശ്രീ രാജൻ ഇരിട്ടി, ബാബു സി കിഴൂർ, മനോജ് അത്തിത്തട്ടിൽ, KP ഷമീർ നമ്മുടെ ഷമീർ ഉൾപ്പെടെ ഈ വിവിധ മേഖലകളെ പ്രതിദാനം ചെയ്തുകൂടി എത്തിച്ചേർന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, ഷമീറും കുടുംബവും, ഷമീർ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെ വിളിച്ചു കൂട്ടി നടത്തുന്ന ഈ പരിപാടി ഞാൻ തുടക്കത്തിൽ വിചാരിച്ചു ഏതെങ്കിലും ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ അതിൻ്റെ പ്രചരണാർത്ഥം നടത്തുന്ന ഒരു പരിപാടിയായിരിക്കും എന്ന രീതിയിലാണ് ഞാൻ ധരിച്ചു പോയത്. ഇത്രമാത്രം കരിസ്മാറ്റിക്കായി നിങ്ങൾ തമ്മിലെ ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ബാന്ധവം വളരെ കച്ചവട രംഗത്തൊന്നല്ല, നമുക്ക് ഓൾ കേരള ലെവൽ തുടർച്ചയായി ഒരു വിഷയത്തിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇതൊരു വാശിയുടെ ഭാഗമായി ഞാൻ കാണുന്നു. നിങ്ങളുടെ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്രയോ കാലം അങ്ങോട്ട് കഴിയുമാർ ആകട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ഞങ്ങളിൽ എന്നെപ്പോലുള്ള പഴയകാല ആൾക്കാരൊക്കെ നാളെ ജീവിച്ചിരുന്നില്ലെങ്കിലും ഇതിൻ്റെ ഈ റോയൽ ടെക്സ് എന്ന് പറയുന്ന ഈ പെയിൻറ്റിംഗ് രംഗത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മായിക പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രചരണ മാധ്യമങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറുകയും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പ്രദർശിപ്പിച്ച അതിൻ്റെ ഒരു ചിത്രം ഞാൻ കണ്ടു. എത്ര മനോഹരമായിരിക്കുന്നു. എല്ലാം നമുക്ക് ഒരു യാതൊരുവിധ ഇതുമില്ലാത്ത കലർപ്പുമില്ലാതെ ഒരു ടൈൽസിന് പകരം വെക്കാൻ പറ്റുന്ന മറ്റൊരു സാധനം നമ്മളെ പ്രദർശിപ്പിച്ച് കാണിച്ചു തന്നു. വളരെ ആകർഷകമായി തോന്നുന്നു. അതുപോലെ ശ്രീ ഷമീറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും നമ്മുടെ പ്രസിഡൻറ്റിനോട് ചോദിച്ചു എങ്ങനെയായി ഇതിൻ്റെ പരിപാടികൾ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലായിട്ട് നിങ്ങളുടെ ഈ രംഗത്തുള്ള കുടുംബത്തിൻ്റെ സംഗമമാണെന്ന് എനിക്ക് മനസ്സിലായത്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ആദരിക്കപ്പെടാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിൻ്റെ ആദരവ് 1000 കുട്ടികളിൽ ഒരാൾക്ക് ഒരസുലഭ സന്ദർഭം ലഭിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങോട്ടേക്ക് ആ കുഞ്ഞിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ മേഖലയിലും നല്ല അംഗീകാരം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലെ ശ്രീ ഷമീറിനെ പോലെ തന്നെ നാളെ ഇതിൻ്റെ ദാതാക്കളാക്കി മാറ്റാൻ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ഈ മേഖലയിലെ പെയിൻറ്റിങ് രംഗത്ത് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ സമൂഹത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിന് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നമ്മളുടെ പരസ്പരം അറ്റുകൊണ്ടിരിക്കുന്ന സൗഹൃദവും അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളും ഊട്ടി ഉറപ്പിക്കാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംഗമങ്ങളിലൂടെ കഴിയും. ഇതിന് സാഹചര്യമൊരുക്കിയ റോയൽ ടെക്സിനും അതോടൊപ്പം തന്നെ അതിന് വിജയകരമായ രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഷമീറിനും കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥനയോടുകൂടി നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. ചടങ്ങ് ഔപചാരികതയ്ക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ KP ഷമീർ, അതുപോലെ
ഇവിടെ ആദരിക്കുന്ന ഷമീറിൻ്റെ കൊച്ചു മോൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട പെയിൻറ്റർമാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വേദിയിൽ ഇന്ന് വേദി പങ്കിടുന്നത് ഏറ്റവും സന്തോഷത്തോടെയും അതുപോലെ അഭിമാനത്തോടും കൂടിയാണ് ഈ ഒരു ദിവസം ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ബാലേട്ടൻ സൂചിപ്പിച്ച പോലെ 3-ാം തവണയും ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഈ 3-ാം വർഷവും അവാർഡ് അല്ലെങ്കിൽ ഷമീറിന് തന്നെയാണ് എന്ന് ഷമീർ വിളിച്ച് പറഞ്ഞപ്പോൾ അതിയായ സന്തോഷം തോന്നി. പിറ്റേ ദിവസം ബാലേട്ടനും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 വർഷം തുടർച്ചയായി ഇങ്ങനെയൊരു പരിപാടിയിൽ, അതും ഷമീറിൻ്റെയും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നിങ്ങളുടെയൊക്കെ കൂടെ പരിപാടി പങ്കെടുക്കുന്നത് ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. നമുക്കറിയാം, ഷമീറിനെ ഇത്രയും ഉയർച്ച അല്ലെങ്കിൽ ഇത്രയും വലിയ നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓരോരുത്തരും, നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് അതിന് കാരണക്കാരായിട്ടുള്ളത്. ഗുഡ് ഈവനിങ്. റോയൽടെക്സിന് ഈ വർഷം കണ്ണൂർ ജില്ലയിൽ നിന്ന് മൊത്തം 6 ഡീലർമാർ അച്ചീവേഴ്സ് ആയിരുന്നായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഹാട്രിക് അടിച്ച 2-3 ഷോപ്പുകാരോട് കേട്ടുള്ളതിൻ്റെ അറിവ്. ഒന്ന് ഗ്ലാസ് മോൾ ഓൾറെഡി ഹാട്രിക് അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഏറ്റവും ടോപ്പ് ആയിട്ടാണ് കേരള ലെവലിൽ തന്നെ. പിന്നെ 2-ാം സ്ഥാനം ഹാട്രിക് അടിച്ചിരിക്കുന്നത് ബിൽഡേഴ്സ് ചക്രക്കലാണ്. അവർ ഈ പ്രാവശ്യം ഡയമണ്ട് ലെവലാണ് ചെയ്തിട്ടുള്ളത്. 3-ാം സ്ഥാനം എത്തിയിരിക്കുന്നത് ഇന്ത്യൻ പെയിന്റ്സ് പാനൂർ. 5-ാമത് സാൽക്കോ ട്രേഡേഴ്സ് തളിപ്പറമ്പ. 6-ാമത് വർണ്ണൻ ട്രേഡേഴ്സ് പയ്യന്നൂർ. വർണ്ണൻ ട്രേഡേഴ്സ് കഴിഞ്ഞ 3 വർഷം അവാർഡ് വാങ്ങിച്ചിട്ടുള്ളതാണ്. നമ്മൾ ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഹാട്രിക് ടോപ്പ് ഡീലർ ഇൻ കേരള, ഗ്ലാസ് ഹൗസ് ഇരിട്ടി. ഇന്ത്യൻ പെയിന്റ്സ് പാനൂർ. ഗോൾഡൻ ഡീലർ. 4-ാമത് സിൽവർ ലെവലിലാണ് KM ട്രേഡേഴ്സ് ചോനാടൻ തലശ്ശേരി. സിൽവർ ഡീലർ. അടുത്തതായി നടക്കുന്നത് പെയിന്റിംഗ് കോൺട്രാക്ടർമാർക്കുള്ള സമ്മാന വിതരണമാണ്. അതിലേക്കായി റോയൽടെക്സിന്റെ MD നാസർ MK ക്ഷണിച്ചുകൊള്ളുന്നു. കൺഗ്രാജുലേഷൻ. 3-ാം വർഷവും ബിൽഡെക്സ് നമ്മൾ അച്ചീവ് ആയിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ കുറേ കൂടി ടോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അത് ഡയമണ്ട് ഡീലറായിട്ടുണ്ട്. അടുത്ത നമുക്ക് ഏറ്റവും ടോപ്പിലെത്തണം, റൂബി എത്തണം. പിന്നെ ഇപ്പം 3 വർഷം നമുക്ക് അച്ചീവ് ആയി വരുന്നത് അല്ലേ? ഏകദേശം 4 വർഷത്തോളം. എന്താണ് റോയൽടെക്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? റോയൽടെക്സ് വെച്ചാൽ ഇപ്പം നല്ല സർവീസാണ്. പിന്നെ പ്രൊഡക്റ്റ് വേഗം കിട്ടും നമുക്ക്. പിന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ വിളിച്ചതിന് അപ്പാട് പരിഹരിക്കുന്നുണ്ട്. അതന്നെ മെയിനായിട്ടുള്ള എനിക്ക് കണ്ടതിൽ ഏറ്റവും സൂപ്പർ. കംപ്ലൈൻ്റ് എല്ലാം വേഗം പരിഹരിച്ചു തരും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. കംപ്ലൈൻറ്റ് ബാക്കിയുള്ള അമേരിക്കാരെ പോലെ
അത് നോക്കുക പിടിക്കുക അവിടെ വെക്കുക അങ്ങനത്തെ ഒന്നുമില്ല. കംപ്ലൈൻറ്റ് സ്പോട്ടിൽ നിങ്ങൾ പരിഹരിച്ചത്, നിങ്ങളെ വിളിച്ചാലും അല്ലെങ്കിൽ നിങ്ങളെ ബോസിനെ വിളിച്ചാലും നിങ്ങൾ കംപ്ലൈൻറ്റ് കറക്റ്റാണ്. പിന്നെ പ്രൊഡക്റ്റ് നല്ല അഭിപ്രായം, ആൾക്കാർക്ക് നല്ല നല്ല അഭിപ്രായം. അപ്പോൾ പൊതുവെ മൊത്തത്തിൽ കുഴപ്പമില്ല, നല്ല സർവീസാണ്, അതാണ് മെയിൻ. ആഫ്റ്റർ സർവീസാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ്. അതെ അതെ കിട്ടിയ മാത്രം പോലെ നമുക്ക് സർവീസ് ഇടണല്ലോ, നല്ല ധൈര്യത്തിൽ സാധനം വെക്കാൻ പറ്റും. അതെ നല്ല സർവീസ് അതന്നെ. അപ്പം ഇനിയും നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം, ഉഷാറാക്കണം. ഈ വർഷം പോലെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോയി തീർച്ചയായിട്ടും നമുക്ക് എത്താൻ പറ്റും. നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാവരും സപ്പോർട്ടും നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. അതുണ്ടല്ലോ, ഓൾറെഡി ഉണ്ടല്ലോ, ഇനിയും ഉണ്ടാവും. ഇനിയും പോകണം. ട്രെയിനിങ് വേണമെങ്കിൽ ട്രെയിനിങ്ങുകളൊക്കെ തരാം. ഓക്കെ താങ്ക് യു. കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഈ വർഷം നമുക്ക് ഡയമണ്ട് ഡീലറാണ്. അടുത്ത വർഷം നമുക്ക് എന്തായാലും അടിച്ചു പൊളിച്ച് റൂബി ആകണം. ഓക്കെ, ഫുൾ സപ്പോർട്ട് നമ്മൾ ഉണ്ടാവും. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളതൊന്നുമല്ല, ഈ കഴിഞ്ഞൊരു വർഷം ഇപ്പം നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 വർഷമായി ഇല്ലേ, 3 വർഷത്തോളം നമ്മളെ റോൾടെക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ 3 വർഷത്തിനുള്ളിൽ എന്താണ് നമ്മുടെ റോൾടെക്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. പ്രൊഡക്റ്റ് വൈസ് ആണെങ്കിലും നിങ്ങളുടെ കമ്പനിയുടെ സപ്പോർട്ട് വൈസ് ആണെങ്കിലും നല്ല 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനിയാണ്, പ്രൊഡക്റ്റുമാണ്. കംപ്ലയിൻസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വളരെ അറ്റൻറ്റീവായിട്ട് തന്നെ ചെയ്യാറുണ്ട്. അധികം കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവാറില്ല. വല്ലതുണ്ടെങ്കിൽ തന്നെ എന്തുണ്ടെങ്കിലും പെട്ടെന്ന് തരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാഫിൻ്റെ സപ്പോർട്ടുകളും കാര്യങ്ങളും? നമുക്കിതുവരെ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും കോൾ കാര്യങ്ങളും അല്ല, ആരെങ്കിലും എന്തെങ്കിലും കോൾ ചെയ്യും കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ അങ്ങനെ വല്ലതും ഓഫീസിൻ്റെ ഭാഗത്ത് ഓഫീസ് വൈസ് നമുക്ക് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും എല്ലാവരും? ഓക്കെ, ശരി എന്നാൽ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.